അമേരിക്ക അല്ലു അർജുൻ ഫഹദ് ഫാസിൽ ചിത്രം പുഷ്പ 2വിന്റെ വ്യാജ പകർപ്പ് ഇന്റർനെറ്റിൽ തമിഴ് ബ്ലാസ്റ്റേഴ്സ് എന്ന വെബ്സൈറ്റിൽ ആണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ എത്തിയത്. അതേസമയം തിയേറ്ററിൽ എത്തിയ ചിത്രത്തോട് സമ്മിശ്ര പ്രതികരണം ആണ്. തിയേറ്ററുകളിൽ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ എത്തിയത്. ഹൈദരാബാദിൽ സിനിമ കാണാൻ എത്തിയവരുടെ തിക്കിലും തിരക്കിലും ഒരു യുവതി മരിച്ചു. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ആണ് അപകടമുണ്ടായത്. അല്ലു അർജുൻ പങ്കെടുത്ത പ്രീമിയർ ഷോയ്ക്കിടയിലായിരുന്നു സംഭവം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിത്രത്തോട് സമ്മിശ്രമായ പ്രതികരണമാണ് പ്രേക്ഷകരുടേത്. അവരുടെ വാക്കുകളിലേക്ക്. പടം പോരാ മാസ് എലമെന്റ്സ് ഫാൻസിന് ആഘോഷിക്കാൻ എല്ലാ ഫാൻസും ഉണ്ടാവും. പക്ഷെ അവിടെ ഓടുമായിരിക്കും, ഇവിടെ എന്തായാലും ഓടത്തില്ല. ഇമോഷണൽ ഒന്നും വർക്കായിട്ടില്ല. പാസം കുത്തി നോക്കിയിട്ടുണ്ട്, പാസങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇല്ല, ഒന്നുമില്ല. എല്ലാം ഒരു എന്തെങ്കിലും കാട്ടിക്കൂടൽ മാത്രമാണ് കാണിച്ചേക്കുന്നത്. സ്റ്റണ്ട് കൊറിയോഗ്രാഫി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ വധം എന്ന് പറഞ്ഞാൽ വെറും വധമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒട്ടും കൊള്ളത്തില്ല. ഇമോഷണൽ ഒട്ടും കണക്ട് ആവത്തില്ല. വെറും ഇതിൽ ഇവിടെ ഓടാൻ വഴിയത്തില്ല. എന്തായാലും അവിടെ ഓടുന്നതായിരിക്കും, ഇവിടെ ഓടത്തില്ല. ഇല്ല, ഉറപ്പ് പാടില്ല. സൂപ്പർ സൂപ്പർ മൂവി, സൂപ്പർ. മാസ് സിനിമ, അല്ലു അർജുൻ സാറിന്റെ ഒരു മാസ് സിനിമ മാസാണ്. ഫാഫയ്ക്ക് നല്ല മാസമായിട്ടുള്ള ഒരു റോള് കിട്ടിയിട്ടുണ്ട്. ഇമോഷണലി നല്ല വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. 3 ഭാഗമുണ്ട്. പിന്നെ വലിയതില്ല, മാസ് കുറവെന്നല്ല, പോരാ, ഒട്ടും പോരാ. സമ്മിശ്ര അഭിപ്രായങ്ങൾ തന്നെയാണ് എത്തുന്നത്. ഫസ്റ്റ് ഹാഫേ കൊള്ളാവുള്ളൂ, സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫ് എന്താണ്, മാസാണോ ഇത് ഇമോഷണൽ ആയിട്ടാണോ പോകുന്നത്? ഭയങ്കര ഇമോഷണലാണ്. ഭയങ്കര ഇമോഷണലാണ്. കണക്ട് ആവുന്നുണ്ടോ? കണക്ട് അധികം ആവുന്നില്ല, ഇത്തിരി ബോറായിട്ടുണ്ട്. മലയാളം ഡബിങ്ങിന്റെ ആണോ അതോ സ്ക്രീൻ? മലയാളം ഡബിംഗ് ഒന്നും കുഴപ്പമില്ല, സ്റ്റോറിയുടേതാണ്. ഒന്നും പറയണ്ട, കാണാതിരിക്കാൻ നല്ലത്. മാസിന് ലാഗിന് വെച്ചാൽ വെറുപ്പിന്റെ ഉസ്താദായിരുന്നു. ലാഗ്, ഒരു എന്താ പറയാ, പാസം, ചുമ്മാ ഒരു അനാവശ്യ സീൻസ് ഒക്കെ. ഒരു ഇതുമില്ല. പാട്ട് ക്ലൈമാക്സ് ഒക്കെ ഇല്ലാന്ന് പറയാൻ കിട്ടില്ല നമ്മുടെ. പക്ഷെ 2 വരുമ്പോ ഒരു ഇത് ഒന്നും പറയാ. രശ്മിക വെറുപ്പീരായിപ്പോയിട്ടു, വെറുപ്പീരാ, ഒന്നും പറയാനില്ല. സത്യം കൊള്ളത്തില്ല. പടം പാതി വെച്ചിട്ട് ട്രാക്ക് മാറിപ്പോണു. അതൊരു ഫസ്റ്റില് ചന്ദനക്കടത്തിന്റെ ഇതൊക്കെ വന്നിട്ട് പിന്നീട് ഫാമിലി ആയിട്ട് പടം കൊണ്ട് തൊലച്ചളഞ്ഞു. ചവറ കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫിന്റെ ഒരു നീതി പോലും പുലർത്തിയില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, ബാക്കിയെല്ലാം ചവറായിപ്പോയി. സെക്കൻഡ് ഹാഫ് ഉണ്ട്, പക്ഷെ അവസാനം എല്ലാം സീരിയൽ ലെവൽ മേക്കിംഗ് ആയി, ഒട്ടും കൊള്ളത്തില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാബിജു ആണ് ചേരുന്നത്. അജയ്, ചിത്രം പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ അതിന്റെ വ്യാജ പതിപ്പ് എത്തിയിട്ടുണ്ട്. ചിത്രത്തോട് സമ്മിശ്രമായ പ്രതികരണം, ഒപ്പം തിക്കിലും തിരക്കിലും പെട്ട ഒരാൾക്ക് മരണം. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇത് ചിത്രത്തിന്റെ സമ്മിശ്ര പ്രതികരണമാണെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ 10 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 10 മണി വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മൊത്തം 2149 ഷോസ് പൂർത്തിയായതിൽ മൊത്തം 16.59 കോടി രൂപ ചിത്രം ഇതിനോടകം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജ് ഒക്കുപ്പൻസി തിയേറ്ററുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 72.11%. അതായത് നല്ല രീതിയിലുള്ള കളക്ഷൻ തന്നെ സമ്മിശ്ര പ്രതികരണമാണെങ്കിലും ചിത്രം ആദ്യ മണിക്കൂറുകളിൽ നേടിയെടുത്ത് കഴിഞ്ഞു. ഇന്നലെ തന്നെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോസ് ഹൈദരാബാദിൽ ആരംഭിച്ചിരുന്നു. രാത്രി 9:30 മുതലാണ് ഈ പ്രീമിയർ ഷോകൾ ആരംഭിച്ചിരുന്നത്. 9:30, പിന്നെ 11 മണി, രാത്രി 1 മണി, 4 മണി, ഇങ്ങനെയായിരുന്നു അവിടെയുള്ള ഷോസ് ചാർട്ട് ചെയ്തിരുന്നത്. ഇന്നലെയുള്ള പ്രീമിയർ ഷോയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെയുള്ള മൊത്തം ഷോസിൽ നിന്നായിട്ട് 31 കോടി കളക്ട് ചെയ്തു എന്നാണ് വിവരം ലഭിക്കുന്നത്, ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ സമ്മിശ്ര പ്രതികരണം
പ്രതികരണമാണെങ്കിലും അത് ചിത്രത്തിന്റെ ഒരു കളക്ഷനെ നിലവിൽ ബാധിച്ചിട്ടില്ല. എങ്കിലും ചിത്രം ഇപ്പോൾ ഓൺലൈനായി ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് റിലീസായിട്ടുണ്ട്. തമിഴ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സൈറ്റിലാണ് ചിത്രം എത്തിയിട്ടുള്ളത്. മുൻപ് നമുക്കറിയാം തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്ന സൈറ്റിലൂടെ ഈ നിരവധി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ ഉൾപ്പെടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു പുതിയ രൂപം എന്നോണമാണ് തമിഴ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സൈറ്റിലൂടെ ഈ ചിത്രത്തിന്റെ പതിപ്പ് ഓൺലൈനായി വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല ടെലഗ്രാമിലൂടെയും ഈ ചിത്രത്തിന്റെ പതിപ്പ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു രീതിയുണ്ട്. അത് മാത്രമല്ല ഇതിന് മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേവര എന്ന് പറയുന്ന ചിത്രത്തിലെ പല പ്രസക്ത ഭാഗങ്ങളും അത് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഓൺലൈനായി ചിത്രം റിലീസ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കങ്കുവയുടെ വ്യാജ പതിപ്പ് ഇതുപോലെ തമിഴ് ബ്ലാസ്റ്റേഴ്സ് വഴി പുറത്തു വന്നിരുന്നു. മലയാള ചിത്രമായിട്ടുള്ള ടൊവിനോയുടെ മലയാള ചിത്രം ARMന്റെ വ്യാജ പതിപ്പ് വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ വ്യാജ പതിപ്പ് പുറത്തു വരുന്ന ആ രീതി അത് അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രം പുഷ്പ 2വിനെയും ബാധിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇന്ത്യ മുഴുവൻ ഒരു റെക്കോർഡ് റിലീസ് തന്നെയാണ് ചിത്രം നടത്തിയിട്ടുള്ളത്. വേൾഡ് വൈഡും വലിയ രീതിയിൽ ന്യൂയോർക്കിലൊക്കെ ഇതിന് മുൻപേ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബുക്കിംഗ് ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ചരിത്രമാകാൻ പോകുന്ന ചിത്രമായിരുന്നു. എന്നാൽ അതിന്റെ ചിത്രത്തിന്റെ ഒരു തിയേറ്റർ അനുഭവം നശിപ്പിക്കുന്ന രീതിയിൽ ഓൺലൈൻ പതിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിലീസിന്റെ ആഘോഷങ്ങൾക്കിടയിൽ നടന്ന ഒരു അനിഷ്ട സംഭവം എന്ന് പറയുന്നത് ഇന്നലെ ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തതാണ്. രേവതി എന്ന് പറയുന്ന 39 വയസ്സുള്ള ഒരു യുവതിയുടെ മരണം. അത് ഹൈദരാബാദിലുള്ള ഒരു ഐക്കോണിക് തിയേറ്റർ ആയിട്ടുള്ള സന്ധ്യ തിയേറ്ററിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സന്ധ്യ തിയേറ്റർ നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ ചിരഞ്ജീവിയുടെ ഉൾപ്പെടെ പല ഐക്കോണിക് ചിത്രങ്ങളും റിലീസ് ചെയ്യുകയും 100 ദിവസവും 150 ദിവസവും എല്ലാം അവിടെ റണ്ണിങ് നടത്തുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള തിയേറ്ററാണ്. അപ്പോൾ അവിടെയാണ് ഇത്തരം ഒരു ദുരന്തം നടന്നത്. അവിടെ ഇന്നലെ രാത്രി 11 മണിക്ക് ഒരു പ്രീമിയർ ഷോ ചാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പ്രീമിയർ ഷോയ്ക്ക് വേണ്ടി നിരവധി ആരാധകർ തിയേറ്ററിൽ എത്തിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് തിയേറ്ററിൽ അല്ലു അർജുനും പിന്നെ നായികയായിട്ടുള്ള രശ്മിക മന്ദാന ഉൾപ്പെടെയുള്ള താരങ്ങൾ തിയേറ്ററിലേക്ക് അപ്രതീക്ഷിതമായി എത്തി. അപ്പോൾ ഇവരെ കാണാൻ കൂടി കൂടുതൽ ആളുകൾ തിയേറ്ററിനകത്തേക്ക് ഇടിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ രേവതി എന്ന് പറയുന്ന ഈ യുവതി പെട്ടെന്ന് ബോധരഹിതയായിട്ട് താഴെ വീഴുകയായിരുന്നു. അപ്പോൾ താഴെ വീണ ഇവരുടെ പുറത്തുകൂടി മറ്റ് ആളുകൾ ചവിട്ടിക്കൊണ്ട് പോയതാണ് ഇത്തരത്തിൽ ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത്. ഇവരുടെ 2 മക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. രവി തേജ് എന്ന് പറയുന്ന ഇവരുടെ മൂത്ത മകനും അതുപോലെ തന്നെ സാൻവി എന്ന് പറയുന്ന ശ്രീ തേജ് എന്ന് പറയുന്ന ഇവരുടെ മൂത്ത മകനും അതുപോലെ തന്നെ സാൻവിക എന്ന് പറയുന്ന ഇളയ മകൾക്കുമാണ് പരിക്കേറ്റത്. എന്തായാലും അത് ദുഃഖകരമായ ഒന്നാണ്. സിനിമയുടെ റിലീസിംഗ് ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ട ഒരാൾ മരണപ്പെട്ടു എന്നതും. ഈ സിനിമയ്ക്ക് അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത് പതിവ് പോലെ സംവിധായകൻ ജിസ് ജോയ് ആണ്. ചിത്രത്തിൽ ഫഹദ് ഫാസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ചിത്രത്തിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഫുൾ ഫാൻസ് ആണ്. അപ്പോൾ ഓരോ സീനും കൈയടിയും ഡയലോഗും ഓരോ ഡയലോഗിനും ആർപ്പുവിളിയും ഒക്കെയാണ്. പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് മുകളിലാണ്. ഒരുപാട് സട്ടിലായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. അല്ലുവിന് എത്രത്തോളം കൈയടിയുണ്ടോ അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ കേരളത്തിൽ. അറിയാലോ, നമ്മളിപ്പോൾ ഈ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. ഫഹദിനെ കാണിക്കുമ്പോൾ മുതൽ ക്യാരക്ടർ അവസാനിക്കുന്നവരെ ഫഹദിന്റെ ഓരോ ഡയലോഗും ആൾക്കാർ കൈയടിക്കുകയും പ്രത്യേകിച്ച് ഇന്റർവ്യൂ സീനൊക്കെ വളരെ മരണമാസമായിട്ടുണ്ട്. 18 വർഷമായിട്ട് അല്ലുവിനെ ഡബ് ചെയ്യാണ്. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പുഷ്പ 2വിലാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. കറക്റ്റ് ഒരു ഓഡിയൻസിന്റെ പൾസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡയറക്ടർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സീൻസ് ഈ സിനിമയിലുണ്ട്.